ഞാൻ പണ്ട് ഈ ഫോൺ ഒരുപാട് കാണുമായിരുന്നു. അന്നൊക്കെ ചെറിയ പുസ്തകങ്ങൾ, VHS കാസറ്റ്. നീ അങ്ങനെ വല്ല ശീലമുണ്ട്? നിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഇതിന്റെ അകത്തൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നത് വുമൺ അവരെ ഒരു ടൂൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് കാണുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ അതത്ര നല്ലൊരു കാര്യമാണെന്ന്. അങ്ങനെ ഒരു രീതിയിൽ സ്ത്രീകളെ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് മെയിൻലി ഈ റേപ്പും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. കാരണം അവരുടെ മനസ്സിലുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ അല്ലാതെ എന്താ പറയുന്ന ആർട്ടായിട്ട് കാണിക്കുന്ന ഇപ്പൊ സിനിമകളിലും ഒരുപാട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ അച്ഛൻ എഴുതുന്ന പുതിയ നോവലിനും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈഫിൽ ഓറിയന്റഡ് ആയിട്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒരു ആർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരിക്കലും ഒരു സ്ത്രീയെ എക്യുപ്മെന്റ് ആയിട്ടാണോ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ എവിടെ അങ്ങനെ കാണിച്ചിട്ട് പോണോഗ്രഫി അശ്ലീലം കാണിക്കുന്നു അത് വളരെ തെറ്റാന്നാണ് ഞാൻ പറയുന്നത്. അതീവ 100% ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ലൈംഗികത എന്ന് പറഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞ പ്രണയത്തിന്റെ പ്രോഡക്റ്റ് ആണ്. അത് വെറുതെ ഒരു ഇതെല്ലാം കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെടുന്നതാണ്. ഒരു സ്ത്രീയെ ടൂളാക്കിയിട്ട് അതിന്റെ ലെങ്ത് എത്രമാത്രം വലിച്ചു നീട്ടി, ഇത് ശരിക്കും പറഞ്ഞാൽ റോ സെക്സ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. അതെ, അങ്ങനത്തെയുള്ള രീതിയിൽ ടൂളായിട്ട് കാണിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും വളരെ തെറ്റാണ്. ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ തുറന്ന് സംസാരിക്കാനും സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു പ്ലാറ്റ്ഫോം തുറക്കാനും ശ്രമിക്കുമ്പോൾ കുട്ടികൾ ഈ രീതിയിലേക്ക് മാറുന്നതല്ലേ ശരി? നിന്റെ ചോദ്യം, നമ്മുടെ ഫസ്റ്റ് സിനിമയെ പറ്റി ഞാൻ ചോദിക്കും. ഓക്കെ, മൈ ലൈഫ് പാർട്ട്ണർ അത് ഡീൽ ചെയ്ത സബ്ജക്ട് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ സബ്ജക്റ്റ്. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹോമോസെക്ഷുവാലിറ്റിയെ ടച്ച് ചെയ്തിട്ടായിരുന്നു നമ്മൾ. ടച്ച് ചെയ്തിട്ടല്ല, ഹോമോസെക്ഷൽ സിനിമയാണ്.